ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ജർമ്മനിയിലാണ്. ജർമ്മനിയിൽ ഒരു ഹനോവർ എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ താഴത്തായിട്ട് ഒരു ഗ്രാമത്തിലേക്ക് ലോഡ് ഇറക്കാൻ വേണ്ടി പോകണം. ഇപ്പോൾ സമയം രാവിലെ 7:23. നമ്മളിന്ന് വെളുപ്പിന് 1 മണിയായിപ്പോൾ വണ്ടി എടുത്താണ്. ജർമ്മനിയിലായതുകൊണ്ട് അത്യാവശ്യം നല്ല ട്രാഫിക് ബ്ലോക്ക്, ആക്സിഡൻറ്റ്സ് സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് 2-3 സ്ഥലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇതേ നമ്മളിപ്പോൾ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ജർമ്മനിയിലെ റഡാറുകൾ. സ്പീഡ് ലിമിറ്റ് അവിടെ 70 എഴുതി വെച്ചിരുന്നുണ്ടെങ്കിലും ഗ്രാമങ്ങളിൽ പൊതുവെ 50. ആ പുള്ളിക്കാരൻ വന്നിട്ട് ഇവിടുത്തെ ഡ്രൈവറാണ്. അപ്പോൾ പുള്ളിയുടെ പുറകെ അങ്ങ് പോവാന്ന് വിചാരിച്ചിരിക്കുന്നത്. ഗ്രാമങ്ങളിലെ ഭംഗി ആസ്വദിക്കാനായിട്ട് ഇപ്പം എന്തായാലും സമയമില്ല. കാരണം എത്രയും പെട്ടെന്ന് അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യമേ ലോഡ് ഇറക്കാം. 8 മണിക്കാണ് അവിടെ തുറക്കാം. ഇപ്പോൾ സമയം 7:24. നമുക്കിനി ഒരു 28 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഏകദേശം 8 മണിക്ക് മുമ്പ് അവിടെ എത്തുമെന്ന് വിചാരിക്കുന്നത്. അതുകൊണ്ട് മാത്രം കാര്യമില്ല, അവിടെ വേറെ വണ്ടികളുണ്ടാവും. അപ്പോൾ കഥ കഴിഞ്ഞതിന് ശേഷമേ നമുക്ക് ഇറക്കാൻ പറ്റുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ലോഡ് എടുക്കണം. അതിനുശേഷം നേരെ സ്പെയിനിലേക്ക് ഇറങ്ങണം. പിന്നെന്ന് പറയാനായിട്ട് നമുക്കിനി ഒരു 3.25 മണിക്കൂർ കൂടെ ഉള്ളൂ ഇനി ഇന്നത്തെ ദിവസത്തെ ഡ്രൈവിങ്ങിനായിട്ട്. അത് കഴിഞ്ഞ വണ്ടി നിർത്താൻ വേണം. അപ്പോൾ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോഡ് കയറ്റാനുള്ള സമയം മാത്രമേ നമുക്ക് സാധാരണ ഗതിയിൽ ഇനി ഉണ്ടാവുള്ളൂ. ഗ്രാമങ്ങളിലെ ഇവിടുത്തെ സ്വാഭാവിക സ്പീഡ് ലിമിറ്റ് വന്നിട്ട് 50. ചില സ്ഥലങ്ങളിൽ ട്രക്കുകൾക്ക് മാത്രം 30 കൊടുക്കും. ഇപ്പോൾ 7:30 ആയതുകൊണ്ടായിരിക്കാം ആൾക്കാരൊന്നും കാണാനില്ല പുറത്തേക്ക്. ലോക്കൽ വണ്ടിയാണ് തോന്നുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. 2-3 എണ്ണമായിപ്പോൾ കാണാൻ. ഇനി ഇവിടെ നിന്ന് നമുക്ക് ഒരു 26 കിലോമീറ്ററും കൂടി ഉണ്ട്. ആദ്യം ഞാൻ കണ്ടപ്പോൾ വിചാരിച്ചത് റഡാറാണ്. ജർമ്മനി ആയതുകൊണ്ട് പല തരത്തിൽ നിന്ന് പല സ്ഥലത്തിൽ റഡാർ വെച്ചിട്ടുണ്ടാവും. ഇന്ന് വെളുപ്പാകാലം ആയതുകൊണ്ട് കുഴപ്പമില്ല, ഒരു 10 മണി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രതീക്ഷിക്കാം.
മരങ്ങളും സംഭവങ്ങളും കൃഷികളും എല്ലാം ഉള്ളൊരു സ്ഥലമാണത്. ഇത് കുറേ ഗ്രാമങ്ങൾ കവർ ചെയ്തിട്ട് വേണം നമുക്ക് അകത്തേക്ക് കയറാനായിട്ട്. പുള്ളി എവിടെയോ ഒതുക്കാനുള്ള ശ്രമം നടത്തുന്നു. തന്നെ സ്ഥലം പുള്ളിയുടെ. അടുത്ത പണി അവിടെയാന്ന് വെച്ച് കഴിഞ്ഞാല് വെട്ടൽ സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത്. ഹൈവേയിൽ പോയി കഴിഞ്ഞാലും ഉള്ളുവഴി കൂടെ പോയി കഴിഞ്ഞാലും ജർമ്മനിയിൽ ഈ പരിപാടി മാത്രമേ ഉള്ളൂ. പക്ഷെ പ്രത്യേകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റഡാറുള്ളത് അറിയാൻ പറ്റില്ല. അകത്തേക്കൊക്കെ കയറി നിൽക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അടിക്കഴിഞ്ഞതിന് ശേഷം അറിയാൻ പറ്റുള്ളൂ. അതിൻ്റെ പേരിൽ അതും ശ്രദ്ധിക്കേണ്ടി വരും. സ്ഥിരം ആൾക്കാരൊക്കെ ഇതിലുണ്ടെങ്കിൽ നമുക്ക് അവരുടെ പുറകെ പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നമില്ല. കാരണം അവർക്കറിയാം എവിടെയാണ് റഡാറെന്ന്. നമുക്കതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ലാത്ത സ്ഥലം അത്. നമ്മുടെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 8 മണിക്കകത്ത് മാക്സിമം അവിടെ എത്തണം. അത്രേ ഉള്ളൂ. പാർക്കിങ്ങും സംഭവങ്ങളൊക്കെ സൈഡിൽ കിടപ്പുണ്ട്. വണ്ടിയൊക്കെ ഒന്ന് നിർത്തിയൊരു കാപ്പി പിടിക്കണമെന്നുണ്ട്, പക്ഷെ അതിനുള്ള സമയമില്ല. ഇന്ന് കാലത്ത് ഹൈവേയിൽ ബ്ലോക്ക് ഉണ്ടായപ്പോൾ 45 മിനിറ്റ് റെസ്റ്റ് എടുത്ത് ഹൈവേയിലായിരുന്നു. മൊത്തം അടച്ചിട്ടാണ്. ഒരു മണിക്കൂർ 1.25 മണിക്കൂർ അവിടെ കിടന്നു.
അതിനുശേഷം വരുന്ന വഴിക്ക് വെളുപ്പിനെ ആയതുകൊണ്ട് 2-3 സ്ഥലത്ത് ബ്ലോക്ക് ഉണ്ടായിരുന്നു. ബ്ലോക്കല്ല, റോഡ് പണി ഉണ്ടായിരുന്നു. പക്ഷെ എന്നിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ വെളുപ്പിന് 2 മണി 2:30 3 ആ സമയമായതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഇറങ്ങി പോരാൻ പറ്റും. വലിയ ബ്ലോക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ അവസാനത്തിൽ പെട്ടു. 5:45 5:45 4:45 റോഡൊരെണ്ണം അടച്ചിട്ടേക്കണം മൊത്തം. അതിൽ പണിപാളി. നമ്മൾ അപ്പോൾ അടുത്ത ഗ്രാമത്തിലേക്ക് കയറി. ഇത് അത്യാവശ്യം വലിപ്പമുള്ളൊരു ഗ്രാമമാണ്. ഇവിടെയും 50 സ്പീഡ് ലിമിറ്റ്. In 300 meters, at the roundabout, take the second exit onto Steinweg, B64. Salve la rotonda por la segunda salida por Steinweg. Steinweg. രണ്ടാമത്തെ ഔട്ട്. In 500 meters, slight right onto Scharfoldendorfer Straße. ഒരു 10-15 മിനിറ്റ് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ കൂടെ ഒരു ഇറക്കം കൂടെ ഇറങ്ങും. അതിനു മുമ്പ് കയറാമെന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. ഇതിപ്പോൾ നടക്കുമെന്ന് തോന്നണില്ല. Take the next right onto Scharfoldendorfer Straße. ഇവിടെ നിന്ന് ഇതിൻ്റെ പേരെന്തിനാന്ന് എനിക്കറിയില്ല. ഹെൽമൻ സീസൺ ബാഡ് ഗാൻഡർഷീം. Continue for 1.5 kilometers. ഏകദേശം 8 മണിയാവും നമ്മളവിടെ എത്തുമ്പോൾ. 8 മണി കഴിയാൻ സാധ്യതയുണ്ട്. ട്രക്ക് പാർക്കിങ് വരെയുണ്ട്. ഇതാണ് ബസ് സ്റ്റോപ്പ് കൊടുത്ത. ഇവിടെ ഒരു ഇതുണ്ടാവേണ്ടതാണ് സാധാരണ ഗതിയിൽ. കാണാനില്ല എന്തായാലും.
റഡാറ്. വളവ് കഴിഞ്ഞ് തിരിഞ്ഞു വരുമ്പോൾ അല്ലെങ്കിൽ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെയാണ് അവർ സാധാരണ ഗതിയിൽ ഈ സംഭവം ഉണ്ടെന്ന് Sal de la പ്രതീക്ഷിക്കുക. rotonda por la tercera salida. മൂന്നാമത്തെ സ്ഥലം ഇതാ. In 400 meters, at the roundabout, take the third exit onto B240. Sal de la rotonda por la tercera salida por la B240. 240 240. കണ്ട ഇവിടെ റോഡ് ബ്ലോക്ക്. ഇതുപോലെ അപ്രതീക്ഷിതമായിട്ടായിരിക്കും Exit the roundabout onto Germany-le- B240. ജർമ്മനിയിലെ ബ്ലോക്കുകൾ. ഒന്നും പറയാൻ പറ്റില്ല. അവിടെ വന്നു കഴിഞ്ഞാൽ അറിയാൻ പറ്റില്ല ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന്. ഇവിടെ അഡ്വാൻസ് ആയിട്ട് പോലും ഒന്നും എഴുതി വെച്ചോളാം എന്നുള്ളതാണ്. ഇന്ന് കാലത്ത് എനിക്ക് അങ്ങനെ പണി കിട്ടിയത്. Continue on B240 for 12 kilometers. Sigue por la B240. ഇനി ഒരു 15 കിലോമീറ്റർ, 12 കിലോമീറ്റർ കഴിയുമ്പോൾ റൈറ്റ്. വളരെ ചെറിയൊരു ഗ്രാമമായതുകൊണ്ട് റഡാറുകളുടെ പ്രസൻസ് ഇല്ല. Gira a la derecha en Hamelnstraße. ഞാൻ വിചാരിച്ചത് ഇടത്തോടെ വളയ്ക്കണമെന്നായിരുന്നു, പക്ഷെ അത് തിരിഞ്ഞു വരണമായിരുന്നു. എനിവേ നോക്കട്ടെ, ഇവിടുന്ന് കയറാൻ പറ്റുമോ നോക്കട്ടെ. കയറാൻ പറ്റുമെന്നെങ്കിൽ കയറാം, അല്ലെങ്കിൽ റൗണ്ട് അടിച്ചിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പം നമ്മൾ ജർമ്മനിയിൽ ലോഡ് ഇറക്കി അതിന് ശേഷം അവിടെ നിന്ന് കയറാനൊരു തിരിച്ചു വരാനൊരു സംഭവം നടത്തിയതാണ്. അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് ഇതിൽ വന്നിട്ട് കൂളൻറ്റിൻ്റെ കംപ്ലൈൻറ്റ് കാണിച്ചു. അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മൾ വണ്ടി നിർത്തി കൂളൻ്റ് ഒഴിച്ചു. അപ്പോൾ കമ്പനിയിൽ നിന്ന് മെസ്സേജ് വന്നതാണ് ആ ലോഡ് ക്യാൻസൽ ചെയ്യുന്നത്. കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും 2 സ്ഥലത്തു നിന്നായിരുന്നു നമുക്ക് ലോഡ് കയറ്റാണ്ടായിരുന്നത്. ആ രണ്ടാമത്തെ സ്ഥലത്തു നിന്ന് ലോഡ് കയറ്റാൻ പറഞ്ഞു എൻ്റെ അടുത്ത്. അവിടേക്ക് പൊക്കളാൻ പറഞ്ഞു. അങ്ങനെ നമ്മളിപ്പോൾ അവിടേക്ക് പോകാനുള്ള പരിപാടിയിലാണ്. ഇതിവിടെ ചെന്ന് കഴിയുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ ഇടത്തോട്ട് വലത്തോട്ട് തിരിക്കുവാൻ പറ്റുമോ എന്ന്. കംപ്ലൈൻ്റ് ഒന്നും കാണാനില്ല. അപ്പോൾ നമുക്ക് പയ്യനെതിരെ തിരിച്ചു പോവാം. കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞാൽ ട്രക്കുകൾക്ക് കയറാൻ സാധിക്കുമോ എന്ന് എനിക്കറിയില്ല. എനിവേ അപ്പോൾ നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ അതേ തിരിച്ച് ലോഡ് കയറ്റാനായിട്ട് പോകണം. വണ്ടി അങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഇടത്തോട്ടിരിക്കുകയാണ്. En 3 kilómetros, gira a la derecha en la B1. വണ്ടിയുടെ ടയർ കിടന്ന് സ്കിപ്പായിക്കൊണ്ടിരിക്കുക. എനിവേ അവിടെ ഇവിടെ നോക്കാണ്ട് റോഡ് ക്രോസ് ചെയ്ത് പോകണുണ്ട് ആൾക്കാർ. അപ്പോൾ കൂട്ടുകാരെ നമ്മളപ്പോൾ ചെറിയ റോട്ടിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക് ഓട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടയർ സ്കിഡായിക്കൊണ്ടിരിക്കുക. ഇവിടെ ഇപ്പോൾ വേനലവധിയുടെ സമയമാണ്. ഇവിടെ 15 ഡിഗ്രി സെൻറ്റിഗ്രേഡ് നമ്മളിപ്പോൾ നിൽക്കണോടത്ത് ഹാനോവറിൻ്റെ താഴത്തായിട്ട്.
നമ്മളെ സ്പെയിനിൽ താമസ സ്ഥലത്ത് വന്നിട്ട് ഇപ്പോൾ ഒരു 45-47 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. അപ്പം എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ഇനി ഇവിടെ നിന്ന് ലോഡ് കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാലും 2 മണിക്കൂർ കൊണ്ട് ഓടിക്കാൻ പറ്റുള്ളൂ. അതായത് ജർമ്മനിയുടെ ഹൈവേയിൽ കയറ്റിയിട്ട് വണ്ടി എവിടെയെങ്കിലും നൈസായിട്ട് ഒതുക്കാം, എന്നിട്ടൊരു 11 മണിക്കൂർ റെസ്റ്റ് എടുക്കാം. റെസ്റ്റ് എടുത്തിട്ട് നേരെ വീണ്ടും താഴത്തോട്ട്. ഇതിലെ വളയ്ക്കുവാൻ പറ്റുമോ എന്ന് നോക്കട്ടെ, ഇല്ലെങ്കിൽ പണി പാടും. വണ്ടിയുടെ റോഡിൻ്റെ വീതി കണ്ടിട്ട് കുഴപ്പമില്ലെന്ന് തോന്നുന്നു. അതിനുശേഷം അതിനിടയ്ക്ക് കൂളൻ്റ് ഇതിൻ്റെ കംപ്ലൈൻറ്റ് ലീക്കിങ് ആണ് ഇതിന്. ഞാനപ്പോൾ നോക്കി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഉണ്ടായിരുന്നു ഈ സാധനം. ഞാനിപ്പോൾ ഒരു 3-4 ലിറ്റർ ഒഴിച്ചു. അപ്പോഴാണ് ഏകദേശം ഒരു ഇതായത്. ഞാനിപ്പോൾ കമ്പനിയിലേക്ക് എന്നെ വിളിച്ചപ്പോൾ ലോഡ് ക്യാൻസലായെന്ന് വിളിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ പുള്ളിയുടെ അടുത്ത് പറഞ്ഞു. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നമ്മൾ ഓരോ പ്രാവശ്യം ചെല്ലുമ്പോൾ ഓരോ വണ്ടി എടുത്തിട്ട് ഡീസലൊക്കെ അടിച്ച് സംഭവം ഒന്ന് ചെക്ക് ചെയ്യും. ആ സമയത്ത് നോക്കിയപ്പോൾ ഇതുണ്ടായിരുന്നില്ല എന്ന്. എന്നിട്ട് അവർ 4-5 ലിറ്റർ ഒഴിച്ചിട്ടാണ് വണ്ടി വിട്ടേന്ന്. അപ്പം ഞാൻ പറഞ്ഞു അപ്പോൾ ഓക്കെ. കാരണം എന്തിനാന്ന് വെച്ചാൽ നമ്മളിവിടെ വരെ എത്തി. ഇനി തിരിച്ചു പോകാനായിട്ട് നമുക്ക് വളയ്ക്കാൻ പറ്റും. തിരിച്ചു പോകാനായിട്ട് എവിടെയെങ്കിലും മേടിക്കാം, ഒഴിച്ച് പോവാം. അത് മാത്രമേ നടക്കുള്ളൂ. കാരണം അടുത്ത ആഴ്ച വണ്ടി കയറ്റാൻ നേരത്ത് 1-2 കംപ്ലൈൻറ്റ്സ് ഉണ്ട്, അതുകൊണ്ടൊന്ന് ചെക്ക് ചെയ്യണം. ഞാൻ വിചാരിച്ചു പോലീസ് ചെക്കിങ് ആയിരിക്കുന്നു. അവിടെ പിള്ളേരെ കൊണ്ട് കളിച്ചുകൊണ്ടിരിക്കും ആൾക്കാർ. പിള്ളേരായിട്ട് ഇറങ്ങിയേക്കാണ്. ഇപ്പോൾ ഇവിടെയൊക്കെ വെക്കേഷൻ സമയമാണ്. ഇത് അടുത്ത പണി. ഇവിടെ ഇപ്പോൾ മരം വെട്ടലും പരിപാടികളൊക്കെ ഇല്ല. ഇത് പാലം അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടെ നിന്ന് നമുക്കിനി ഒരു 29 കിലോമീറ്ററാണ്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് B1 എന്ന് പറയുന്ന റൂട്ടിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇന്ന് കാലത്ത് നമ്മൾ 1 മണിക്ക് വണ്ടി എടുത്തു. അതിനുശേഷം ഒരു 4:45 ഒരു ബ്ലോക്ക് കിട്ടിയിരുന്നു. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ റോഡിൽ കിടക്കണ സമയത്ത് തന്നെ ഞാൻ ഇത് ചെയ്തു, റെസ്റ്റ് എടുത്തു 45 മിനിറ്റ്. കാരണം 1 മണിക്കൂറോളം ബ്ലോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ എന്നിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബ്ലോക്ക് മാറി കഴിഞ്ഞാൽ വണ്ടി എടുക്കേണ്ട കാരണം കൊണ്ട് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇപ്പം നിർത്തിയപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചാൽ. ഇനിയിപ്പോൾ അവിടെ നിന്ന് ലോഡ് കയറ്റണം, വണ്ടി പുറത്തേക്ക് ഇറങ്ങണം, എവിടെയെങ്കിലും കയറ്റിയെടുക്കണം, റെസ്റ്റ് എടുക്കണം, രാത്രി വീണ്ടും. ജർമ്മനി ക്രോസ് ചെയ്യാൻ ബുദ്ധിമുട്ട്. രാത്രിയാണ് ഏറ്റവും നല്ലത് ഇവിടുന്ന് പോകാനായിട്ട്. ഇല്ലെങ്കിൽ ഇതുപോലെ വഴി കിടക്കും. നമ്മളവിടെ നിന്ന് വേറൊരു വണ്ടി കൂടെ വന്നിട്ടുണ്ടായിരുന്നു. പുള്ളി ഞാൻ ലോഡ് ഇറക്കി കഴിഞ്ഞ് പുറത്തേക്കൊക്കെ ഇറങ്ങി അവിടെ വെയിറ്റ് ചെയ്യണ സമയത്ത്, കാരണം ഞാൻ ഇപ്പോൾ റെസ്റ്റ് എടുത്തപ്പോൾ 45 മിനിറ്റ് റെസ്റ്റ് എടുത്തപ്പോൾ 30 മിനിറ്റിനകത്ത് ലോഡിങ് കഴിഞ്ഞു, അൺലോഡിങ് കഴിഞ്ഞു. അപ്പോൾ വണ്ടി ഇങ്ങനെ ഓരോ മിനിറ്റ് സെക്കൻഡ്, അതായത് ടാക്കോഗ്രാഫ് അനങ്ങാത്ത രീതിയിലായിരുന്നു ഞാൻ വണ്ടി പുറത്തേക്ക് എടുത്തത്. അപ്പോൾ അവിടെ നിന്നൊരു 3-4 മിനിറ്റത്തെ ഡ്രൈവ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വണ്ടി അനക്കാണ്ട് ടാക്കോമീറ്റർ അനക്കാണ്ടായിരുന്നു വണ്ടി പുറത്തേക്ക് എടുത്തത്. അപ്പോൾ ഒരു 10 മിനിറ്റ് കൂടി ഉണ്ടായിരുന്നു പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ വീണ്ടും 45 മിനിറ്റ് റെസ്റ്റിന്. അപ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് പുള്ളി വന്നിട്ടുണ്ടായിരുന്നു. പുള്ളി വന്നതിൻ്റെ പുറകെ തന്നെ ഒരു 3-4 വണ്ടികൾ വേറെ വന്നിട്ടുണ്ടായിരുന്നു ലോഡ് ഇറക്കാനായിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വിശേഷങ്ങൾ. ഞങ്ങളപ്പോൾ ഏകദേശം ഒരുമിച്ചായിരുന്നു തിങ്കളാഴ്ച കാലത്ത് സ്പെയിനിൽ നിന്ന് ലോഡ് കയറ്റിയതാണ്. അപ്പോൾ ഞങ്ങളടുത്ത് പറഞ്ഞിരുന്നു
ബുധനാഴ്ച കാലത്ത് ലോഡ് ഇറക്കണം. അപ്പം അതിൻ്റെ പേരിൽ അപ്പം ഇന്ന് കാലത്ത് ലോഡ് ഇറക്കി നമ്മളിപ്പോൾ അതേ അടുത്ത സ്ഥലത്തേക്ക് ലോഡ് കയറ്റാൻ വേണ്ടി പോകണം. ഇവിടെ പിന്നെ റോഡുകൾക്ക് ഇവിടെ ഇരുന്നാലും നെതർലാൻഡ്സ് ആയിരുന്നാലും റോഡുകൾ നല്ല തിരക്കുകളില്ലാത്ത റോഡുകളാണ്. ഇതിനേക്കാളും കുറച്ചും കൂടെ ഇതാണ് നെതർലാൻഡ്സിൽ. ഫ്രാൻസിലെ ലോക്കൽ റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ മെച്ചല്ല, സ്പെയിനിലെയും വലിയ മെച്ചല്ല, ഇറ്റലിയിലെയും വലിയ മെച്ചല്ല. പക്ഷേ നെതർലാൻഡ്സിലെ റോഡുകളൊക്കെ കുറച്ച് ഹെവിയാണ്. ജർമ്മനിയിലെയും കുഴപ്പമില്ല. ഐ മീൻ ലോക്കൽ റോഡുകൾ. ബെൽജിയം കുഴപ്പമില്ല. നമുക്ക് 23 കിലോമീറ്റർ കഴിയുമ്പോൾ ഈ റൂട്ടിൽ നിന്നും ഹോയ് ഒരു പക്ഷിയുടെ കാര്യത്തിൽ തീരുമാനമായി. അത് പറന്നു പോയിരുന്നു, ഒരടി അടിച്ചു. കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി പതിനെ നൈസായിട്ട് ഇപ്പുറത്തോട്ട് ഒതുക്കി കഴിഞ്ഞാൽ ഇതേ ഒരു പുള്ളിയുടെ ഇപ്പുറത്തോടെ കയറണം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ദിവസം. സ്പീഡ് ലിമിറ്റ് 70. ഇപ്പോൾ സമയം വന്നിട്ട് 10:58. കാലത്ത് 11 മണിയാണ്. 11 മണി എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം ഇവരുടെ പെട്ടിയും സാധനങ്ങളൊക്കെ ആയിട്ട് ചെക്കിങ്ങിന് ഇറങ്ങണതാണ്. കേട്ടിച്ചൂരെന്തോ എനിക്കിട്ടുള്ളതാണ്. അതെ, അത് കണ്ടിരുന്നില്ല. അത് വരും. 75 വരുന്നത്. 70 പോവേണ്ടിയിരുന്നത്. അപ്പം അങ്ങനെ ആ കാര്യത്തിൽ തീരുമാനമായി. ഇവിടെയും എന്തൊരു സംഭവമാണെന്ന് വെച്ചിട്ടുണ്ട്. അത് തന്നെ റഡാർ തന്നെ. അപ്പുറത്തടിച്ചത് അപ്പുറത്തെ പുള്ളിക്കണോ എന്നൊരു സംശയം. കാരണം അപ്പുറത്തെ റോട്ടിൽ നിന്ന് ഇപ്പുറത്തേക്ക് അടിക്കാൻ പറ്റില്ല. ഇനിയപ്പോൾ നമുക്ക് 20 കിലോമീറ്റർ കൂടെ.
അത്യാവശ്യം വലിയ മഴയൊക്കെ ആയിട്ട് നമുക്ക് പയ്യനെ മന്ദം നീങ്ങാം. ഇത് നമുക്ക് ലോഡ് ഇറക്കാനുള്ള സ്പെയിനിൽ ജെയ്ത എന്ന് പറയുന്ന സ്ഥലമാണ്. അതായത് സ്പെയിനിലേക്ക് ഇറങ്ങിയിട്ട് അവിടെ നിന്നൊരു 200-250 കിലോമീറ്റർ എടുത്തു. വെള്ളിയാഴ്ച ഇറക്കണം എന്നായിരുന്നു എന്നോട് പറഞ്ഞിരുന്നത്. പക്ഷേ അറിയില്ല നടക്കോ ഇല്ല എന്നുള്ളത്. വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ 2 ദിവസം കൂടെ ഉള്ളൂ. നാളെ കഴിഞ്ഞ് മറ്റന്നാൾ. വിശാലമായ പാർക്കിംഗ് ഉണ്ട്. ഇനി ഒരു 16 കിലോമീറ്റർ കൂടെ, അതും കൂടെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് നൈസായിട്ട് ഒതുങ്ങാം. ചെറിയ ചെറിയ ഗ്രാമങ്ങളാണ് ആ താഴത്തുള്ളത്. ഇവിടെ വെറുതെ കിടക്കണ ആൾക്കാരുടെ സ്ഥലങ്ങളൊന്നുമില്ല. എല്ലാത്തിലും കൃഷികളും സംഭവങ്ങളുണ്ട്. അത് ഇവിടെ എല്ലാ രാജ്യങ്ങളിലും അതെ.
അപ്പോൾ അങ്ങനെയൊക്കെയാണ് കൂട്ടുകാരെ വിശേഷങ്ങൾ. നമുക്കെന്തായാലും പിന്നെ ഒരു 12 കിലോമീറ്റർ 10 കിലോമീറ്റർ അതുകൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി ഒതുക്കുക, ലോഡ് കയറ്റുക, തിരിക്കുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.